പളനി ബാബ എന്ന് പറഞ്ഞിട്ടൊരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു. എവിടെ? തമിഴ്നാട്ടില്. പുള്ളിക്കാരൻ 95-ലോ 97-ലോ അങ്ങോട്ടാണ് പുള്ളിക്കാരനെ RSS വെട്ടിക്കൊല്ലുന്നത്. പഴനി ബാബ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇസ്ലാം പൊളിറ്റിക്സിന്റെ ബേസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഴനി ബാബയെ കുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പിള്ളേരുടെ അടുത്ത് പറയാറ്. പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഒക്കെ കേൾക്കാം. ചില ആൾക്കാർ ഹിറ്റ്ലറിനെ ഒക്കെ ഉപമിച്ചിട്ട് പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഭയങ്കര വയലന്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കേൾക്കേണ്ട ഇതിനാണ് ആഹ്വാനം ചെയ്യുന്നത്, വിപ്ലവത്തിനാണോ? അങ്ങനെയല്ല, പുള്ളിക്കാരൻ ഇവിടെയുള്ള ഇസ്ലാം മൈനോറിറ്റീസ് ഒരുമിച്ച് നിൽക്കണം, സനാതനത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഈക്വാലിറ്റി ഒരിക്കലും പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റാത്ത ഒരു മതമാണ് അത്. സനാതന ധർമ്മത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയയിൽ മിണ്ടിയിട്ടുള്ള ഒരാളാണ്. കൊല്ലപ്പെട്ടു, ആൾ വെട്ടിക്കൊല്ലാണ് ചെയ്തത്. പാലക്കാട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. പഴനി ബാബ മാഷം ഒന്ന് കേട്ടു നോക്കണം. ഭയങ്കരനായിട്ടുള്ള ഒരാളായിരുന്നു. MGRനെയൊക്കെ തൊപ്പി അങ്ങനെയൊക്കെയാ വിളിക്കുക പുള്ളിക്കാരൻ. അതായത് MGRും പുള്ളിക്കാരനും തമ്മിലൊരു 24 വയസ്സ് ഗ്യാപ്പ് ഉണ്ടാവും. MGRനേക്കാളും 10-24 വയസ്സ് താഴെയുള്ള ഒരാളെ പുള്ളിക്കാരൻ. പക്ഷെ പഴനി ബാബ പക്ഷെ MGRനെ തൊപ്പി എന്നൊക്കെ വിളിച്ചിരുന്ന പിന്നെ MGR ഒരു 100 കേസ് ഇട്ടുണ്ടാവും ഇയാളുടെ പേരില്, ഇവര് തമ്മിൽ തെറ്റിയതിനു ശേഷം. പിന്നെ സോണിയാഗാന്ധിയുടെയൊക്കെ വളരെ ഉറ്റ സുഹൃത്തായിരുന്നു പുള്ളിക്കാരൻ. ഇന്റർനാഷണൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഭയങ്കര ഹോൾഡുള്ള ഒരു മനുഷ്യനായിരുന്നു. കൊന്നുകളഞ്ഞു. അപ്പോ അയാളുടെ പുള്ളിക്കാരന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലായില്ല. ഇല്ല, അതൊന്നും മനസ്സിലായില്ല അവർക്ക്. അത് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ പ്രഭാകരൻ കുറച്ചുകൂടി ഫേമസ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇസ്ലാം ടെററിസ്റ്റും കൂടി ആയനെ. ഞാൻ അതിന് തലനാരിക്ക് രക്ഷപ്പെട്ടു വന്ന. അയ്യോ